നമ്മുടെ ഈ വീട് കാണാനായിട്ടാണെങ്കിലും പലരും വരുമ്പോഴും അവർ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ഈ ഒരു ഹോം തിയേറ്ററിനെ കുറിച്ചാണ്. കാരണം അത്രയും നല്ല രീതിയിലാണ് അവരുടെ മൊത്തത്തിൽ വർക്ക് പോയിരിക്കുന്നത്. നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം വി ആർ റണ്ണിങ് ഓൺ എ വെരി ടൈറ്റ് ടൈം കൺസ്ട്രെയിൻസ്. ഫുൾ ലെങ്ത് മൂവി ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു നമ്മൾ കാണുന്നത്. ആൻഡ് ഓവറോൾ ദ പെർഫോമൻസ് ഓഫ് ദ സ്പീക്കർ എവറിത്തിങ് വാസ് അബ്സല്യൂട്ട്ലി അമേസിങ്. ഹായ്, എൻ്റെ പേര് ജേക്കബ് എന്നാണ്. ഞാൻ പെരുമ്പാവൂരാണ് താമസിക്കുന്നത്. ബിസിനസ്സാണ് പ്രൊഫഷൻ. നമ്മുടെ ഒരു 22 വർഷമായിട്ടുള്ള ഒരു വീട് റെനോവേഷൻ്റെ ഒരു സമയത്താണ് നമ്മളൊരു ഹോം തിയേറ്റർ എന്നൊരു കോൺസെപ്റ്റ് ഐഡിയലൈസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ക്ലൈമാക്സ് സിനിമാസിനെ കോൺടാക്റ്റ് ചെയ്യുന്നതും. ക്ലൈമാക്സ് സിനിമാസിൻ്റെ മറ്റൊരു തിയേറ്റർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പ്ലൈവുഡിന് പ്രസിദ്ധമായ പെരുമ്പാവൂരാണ്. ഇവിടെയാണ് ടീം ക്ലൈമാക്സ് ഒരു ഡെഡിക്കേറ്റ് ഹോം തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീക്കറുകളെല്ലാം തന്നെ അമേരിക്കൻ ബ്രാൻഡുകളാണ്. അതായത് JBL, NHT, അതുപോലെ തന്നെ ക്ലിപ്ഷ്. ഈ ഒരു സ്പീക്കറുകളുടെ കോമ്പിനേഷനാണ് ഈ ഒരു തിയേറ്ററിൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. സോ നമ്മൾ ഈ ഹോം തിയേറ്റർ പണിയാം എന്ന് തീരുമാനിച്ച സമയം തൊട്ട് തന്നെ നമ്മൾ പല യൂട്യൂബ് വീഡിയോസും പല കണ്ടൻറ് ക്രിയേറ്റേഴ്സും ത്രൂ നമ്മൾ പല ടീംസിനെയും കോൺടാക്റ്റ് ചെയ്തായിരുന്നു. സോ ഞാൻ ആക്ച്വലി ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്ന ക്ലൈമാക്സ് സിനിമാസിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അനന്തൂനെയാണ് ഞാൻ ആദ്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത്. ദ ബെസ്റ്റ് തിങ് ഐ ലൈക്ഡ് അബൌട്ട് ദ ഹോൾ ടീം വാസ് ദാറ്റ് അവർ ഭയങ്കര റെസ്പോൺസ് ഭയങ്കര ക്വിക്കായിരുന്നു. നമ്മൾ വിളിച്ചപ്പം തന്നെ വിത്തിൻ 2 days ഓർ സംതിങ് അവർ നമ്മുടെ സൈറ്റിൽ വരികയും സൈറ്റ് വിസിറ്റ് ചെയ്യും, നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് തരുകയും ചെയ്യും. അപ്പം ഞങ്ങളെല്ലാവർക്കും മൂവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ടും സൗണ്ട് ക്വാളിറ്റി ആൻഡ് പിക്ചർ ക്വാളിറ്റിയിൽ ഒരു രീതിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ ഒരു രീതിയിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഓപ്പണായിട്ട് അനന്തുമായിട്ട് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഹീ ഗേവ് us എ വെരി ഗുഡ് കൊട്ടേഷൻ. നമ്മുടെ റിക്വയർമെൻറ്റ്സും നമ്മുടെ നീഡ്സും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് സൂട്ടബിളായ ഒരു കോട്ടും കാര്യങ്ങളുമാണ് അനന്തു നമുക്ക് തന്നിരിക്കുന്നത്. ജേക്കബ് സാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി ഇൻവോൾവ് സ്പീക്കർ പാക്കേജ് വേണമെന്നുള്ളത്. ഒരിക്കലും ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടീം ഈ ഒരു റൂമിന് ഡയമെൻഷനും ബാക്കി മറ്റെല്ലാ പാരാമീറ്റേഴ്സും നോക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ടീം ക്ലൈമാക്സ് ഈ ഒരു തിയേറ്ററിലേക്ക് JBL, Arcam, NHT കോമ്പിനേഷൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. 7.1.4 ചാനൽ കൺഫിഗറേഷനാണ് ഈ ഒരു ജേക്കബ് സാറിൻ്റെ ഡെഡിക്കേറ്റ് തിയേറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ പല ടീംസിനെ നമ്മൾ അപ്രോച്ച് ചെയ്തു. ബട്ട് ക്ലൈമാക്സ് സിനിമാസിൻ്റെ ഓവറോൾ പാക്കേജും അവരുടെ ആ ഒരു റെസ്പോൺസും നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം വി ആർ റണ്ണിങ് ഓൺ എ വെരി ടൈറ്റ് ടൈം കൺസ്ട്രെയിൻസ്. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമുക്ക് പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യുക നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും ക്ലൈമാക്സ് സിനിമാസിന് പ്രൊഡക്റ്റ് വൈസ് ആണെങ്കിലും മറ്റേ ടൈം കൺസ്ട്രെയിൻറ്റിൽ ഇത് ബേസ് ചെയ്തിട്ടാണെങ്കിലും കറക്റ്റ് ടൈമിൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു നല്ല ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസം വന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലൈമാക്സ് സിനിമാസായിട്ട് മുന്നോട്ട് പോകാമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ആ പ്രൊജക്റ്റ് നമ്മൾ ഇനീഷ്യേറ്റും ചെയ്തു. നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ഡിസൈനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഡാർക്ക് കളർ തീമാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ഷെയ്ഡും അതോടൊപ്പം തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡുമാണ് ഈ ഒരു തിയേറ്ററിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസൈനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വാൾസിലായിക്കോട്ടെ സീലിംഗിലായിക്കോട്ടെ എല്ലായിടത്തും നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ പ്രൊഫൈലിൽ നമ്മൾ വാം കളർ സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം ഒരു പാറ്റേൺ തന്നെയാണ് സീലിംഗിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അതും സെയിം ഫാബ്രിക് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ലൈറ്റുകളും നമുക്ക് റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ ആംബിയൻസിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഡാർക്ക് ഗ്രേ കളർ കാർപ്പറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും അക്വസ്റ്റിക് ലഷ് കാർപ്പറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആരോ ഷേപ്ഡ് തീമാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജേക്കബ് സാറിൻ്റെ ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് 6 റിക്ലൈനർ ചെയേഴ്സാണ്. അതും റിക്ലൈനേഴ്സിൻ്റെ എന്ന ബ്രാൻഡിൻ്റെയാണ്. ഒരു ടാൻ കളർ ഷെയ്ഡാണ് ഈ ഒരു തിയേറ്ററിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മോഡൽ വരുന്നത് 785 ആണ്. ഒരു കംപ്ലീറ്റ്ലി ആർട്ട് ലെതറാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ചെയറിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും മോട്ടറൈസ്ഡ് റിക്ലൈനർ ചെയർസാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കസ്റ്റമൈസേഷൻ എന്നുള്ളത് നമുക്ക് തിയേറ്റർ എലമെൻ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഈവൻ വാൾ ഡിസൈൻസ് മാത്രമല്ല സീലിംഗിലും മാത്രമല്ല അതേപോലെ നമുക്ക് തിയേറ്റർ റിക്ലൈനർ ചെയർസിൻ്റെ കളറും കൂടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എല്ലാ എലമെൻസും കൂടെ മാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിസൈനിലേക്ക് നമ്മൾ ഫൈനലൈസ് ആക്കിയിട്ടുള്ളത്. സോ ഫ്രം ദ ബിഗിനിങ് ഞാൻ വളരെ ക്ലിയർ ആയിരുന്നു, എനിക്കൊരു ഡാർക്ക് ബേസ് ചെയ്തൊരു ഷെയ്ഡുള്ള തീമാണ് ഞാൻ നോക്കുന്നത്. സോ അത് ഞാൻ അനന്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. ആൻഡ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് റെഫറൻസ് ഇമേജായിട്ട് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ബട്ട് ഇനീഷ്യലി നമുക്ക് തന്ന 3D ഡിസൈൻസ് ഒന്നും നമുക്കൊരു 100% കംഫർട്ടബിൾ ആയിരുന്നില്ല. ഒരു 4 അല്ലെങ്കിൽ ഒരു 5 ടൈംസ് നമ്മൾ റീഡു ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ
നിങ്ങൾ കാണുന്ന ഒരു ഡിസൈനിലേക്ക് നമ്മൾ എത്തുന്നത്. ത്രൂ ഔട്ട് ദ പ്രോസസ് ദ വൺ തിങ് ദാറ്റ് ഐ റിയലി വോണ്ട് ടു അപ്രീഷിയേറ്റ് ഈസ് ദ ടീം. ഐ മീൻ നമ്മൾ എത്ര എഡിറ്റ്സും പല കാര്യങ്ങൾ പറയുമ്പോഴും ദേ ആർ റെഡി ടു ഡു റീവർക്ക് ഇട്ട്. അപ്പോൾ നമ്മുടെ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്തുന്നത് വരെ അവരത് റീവർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ഫൈനൽ 3D കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് തന്നെ. നമ്മുടെ ജേക്കബ് സാറ് പറഞ്ഞ പോലെ തന്നെ ഇനിഷ്യലി നമ്മൾ 3D കൊടുക്കുകയും അതിൽ നിന്ന് കുറേ ചേഞ്ചസ് ചെയ്ത് അവസാനമാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിസൈനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. വാളിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് ആഡ് ചെയ്ത പോലെ തന്നെയാണ് സീലിംഗ് നമ്മൾ ഒപ്റ്റിക്കൽ ഗാലക്സി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതും 600 പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഡെഡിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു ഓവറോൾ തിയേറ്ററിൻ്റെ ആംബിയൻസ് അച്ചീവ് ചെയ്യാനായിട്ട് ആ ഒരു ഗാലക്സി LED ലൈറ്റ്സ് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമ്മളൊരു ഹോം തിയേറ്ററിന് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം നമ്മൾ പ്ലാൻ ചെയ്തതുകൊണ്ട് നമ്മുടെ ആർക്കിടെക്റ്റും ബാലൻസുള്ള ടീമും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഹോം തിയേറ്റർ ബിൽഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡയമെൻഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഓപ്പണിംഗ് ഇല്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടൊരു ഹോം തിയേറ്ററിന് വേണ്ടി നമ്മളൊരു സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഹോം തിയേറ്റർ പണിതിരിക്കുന്നത്. ഈ ഒരു തിയേറ്ററിൻ്റെ അക്വസ്റ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സൗണ്ട് പ്രൂഫിംഗ് പ്ലസ് അക്വസ്റ്റിക്സ് ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജേക്കബ് സാറിൻ്റെ മാസ്റ്റർ ബെഡ്റൂം താഴെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോറിൽ ഡബിൾ ലെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാസ് ലോഡർ വിനൽ MLV ബേസ് ലെയർ ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ കാണുന്ന അക്വസ്റ്റിക് ലഷ് കാർപ്പറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാൾസ് ചെയ്ത പോലെയാണ് നമ്മൾ സീലിംഗ് ചെയ്തിരിക്കുന്നത്. 1000 GSM പോളിഫൈബർ യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു അക്വസ്റ്റിക് ഫാബ്രിക് നമ്മൾ ഫിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാൾസിലായിക്കോട്ടെ സീലിംഗിലായിക്കോട്ടെ എല്ലാം നമ്മൾ ഗ്രിപ്പർ സിസ്റ്റം വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഡോറിൻ്റെ പൊസിഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ ഡോർ ആക്കി കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഒരു തിയേറ്ററിൻ്റെ അപ്പിയറൻസിന് മാച്ച് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡോറിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 24 ഫീറ്റ് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കിലൊരു ഫ്ലോർ സ്റ്റെപ്പ് റേസറും കൊടുത്തത്. ഒരിക്കലും ഫ്രണ്ട് റോയിൽ ഇരുന്ന് കാണുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്ലോർ സ്റ്റെപ്പ് റേസറിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൽ വുഡൻ സ്ലാറ്റ്സ് കൊടുത്തിട്ടുള്ളത്. 17 mm തിക്നെസ് വരുന്ന ഈ ഒരു സ്ലാറ്റ് നിശബ്ദ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ലൈക്ക് ഐ സൈഡ് നമുക്ക് കുറേ കോഡ്സ് കിട്ടിയായിരുന്നു. കുറേ കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീക്കേഴ്സ് ആൻഡ് AV റിസീവേഴ്സാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് ഔട്ട് ഓഫ് ദ കോമ്പിനേഷൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആയിരുന്നു JBL Arcam. ആൻഡ് നമ്മളിപ്പോൾ പല വീഡിയോസ് കാണുമ്പോഴും ഒബിയസ്ലി JBLൻ്റെ സിന്തസിസ് സീരീസിൻ്റെ പെർഫോമൻസ് ഇസ് അൺഡിസ്പ്യൂട്ടഡ്. ആൻഡ് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഹു ആർ ഓഡിയോ ഫൈൽസ്. സോ അവരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അവർ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തൊരു കോമ്പിനേഷനായിരുന്നു ഈ ഒരു കോമ്പിനേഷൻ. സോ അങ്ങനെയാണ് നമ്മൾ ഈ JBL Arcam ആയിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെ നമുക്ക് ഫൈനലൈസ് ചെയ്തത്. ജേക്കബ് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു തിയേറ്ററിൽ JBLൻ്റെ സിന്തസിസിൻ്റെ പാക്കേജാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിന്തസിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ JBL ടീം അതായത് അവരുടെ കൊമേഴ്ഷ്യൽ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു സെയിം ടെക്നോളജി തന്നെയാണ് ഈ ഒരു സിന്തസിസ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അത് മൂവീസ് കുറച്ചും കൂടെ ഒരു ഇമേഴ്സീവ് രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു സിന്തസിസിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സറൗണ്ട് സ്പീക്കേഴ്സായിട്ട് NHT എന്ന ബ്രാൻഡ് ഇട്ടിരിക്കുന്നത്. അതും നൗ ഹിയർ ദിസ് ആണ് ബ്രാൻഡിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. രണ്ടും അമേരിക്കൻ ബേസ്ഡ് കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് സിഗ്നേച്ചറിന് യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ക്ലൈമാക്സ് സിനിമാസ് നമ്മൾ ഈ റൂം ഡയമെൻഷൻസും കാര്യങ്ങളും ആദ്യമായിട്ട് ഇവിടെ വന്ന് നോക്കുന്ന സമയം തൊട്ട് നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് അനന്തുവിൻ്റെ അടുത്ത് ഞാൻ ആകെ കൂടി പറഞ്ഞിരിക്കുന്നത് എനിക്ക് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും ഈ റൂമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് സിനിമ ഓൺ റെഗുലർ ബേസിസ് കാണുന്ന ഒരു ടീമാണ്. അപ്പോൾ അനന്തു അന്ന് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത ഒരു ഫസ്റ്റ് ഇനീഷ്യൽ കോട്ട് ഇത് തന്നെയായിരുന്നു. ഇതിൻ്റെ കൂടെ വേറെ കോട്ട്സ് തന്നെങ്കിലും ഫസ്റ്റ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് രീതിയിൽ നമുക്ക് ഈ റൂമിനെ കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഏത് കോമ്പിനേഷനായിരിക്കും ബെസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് കിട്ടിയ പ്രപ്പോസലായിരുന്നു ഈ JBL Arcam കോമ്പിനേഷൻ. ഇതുവരെ കണ്ടെടുത്തോളം OTT പ്ലാറ്റ്ഫോംസ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഐ മീൻ ഓൾ ടുഗദർ ദ പിക്ചർ ആൻഡ് സൗണ്ട് ക്വാളിറ്റി ഈസ് ടു ദ ടോപ്പ്. വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഹോൾ ടീംസ് വർക്ക്. അടുത്ത AVR റാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും റൂമിൻ്റെ ഫുൾ വിഡ്ത്തിലാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൽ AVR റാക്ക് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ തിയേറ്ററിൻ്റെ ഡിസൈന് ഒട്ടും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ AVR റാക്കിൻ്റെ പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ജേക്കബ് സാറിൻ്റെ തിയേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്ന Arcamൻ്റെ AVRും അതേപോലെ തന്നെ Arcamൻ്റെ ഒരു 4 ചാനൽ പ്രൊസസ്സറും അതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന JBL സിന്തസിസിൻ്റെ സ്പീക്കേഴ്സുമാണ്. ഈ ഒരു Arcam AVR5 എന്ന് പറയുന്നത് ആക്ച്വലി 7.2 കൺഫിഗറേഷനാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ അതിൽ 7.1.4 ഡീകോഡിംഗ് വരുന്നുണ്ട്. ആ ഒരു ഡീകോഡിംഗ് വരുന്നതിന് നമ്മൾ 4 ചാനൽ പവർ ആമ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തിയേറ്ററിൽ നമ്മൾ 11.2 അല്ലെങ്കിൽ 11.1ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. Arcamൻ്റെ ഈ ഒരു AVRൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്കൊരു ഇമ്മേഴ്സീവ് സറൗണ്ട് സൗണ്ട് നമുക്ക് തരുന്നു. അതിനോടൊപ്പം തന്നെ ഹയർ റെസൊല്യൂഷൻ ഓഡിയോയും ആൻഡ് ഓഡിയോ ഫയൽ ഗ്രേഡ് സൗണ്ട് ക്വാളിറ്റിയുമാണ് ഈ ഒരു AVR നമുക്ക് തരുന്നത്. ഇതിനോടൊപ്പം തന്നെ വരുന്നതാണ് പവർഫുൾ ആംപ്ലിഫിക്കേഷൻ. ഈ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പവർ ആംപ്ലിഫിക്കേഷൻ ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ 4K UHD ആൻഡ് HDR വീഡിയോ സപ്പോർട്ടും ഈ ഒരു വിഷ്വൽ ക്വാളിറ്റി നൽകാൻ വേണ്ടി കമ്പനി ഈ ഒരു പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട്.
ഇത്രയും ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു AVR തന്നെയാണ് നമ്മൾ ഈ ഒരു ഡെഡിക്കേറ്റഡ് ടിയറിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ PA410 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 4 ചാനലാണ് വരുന്നത്. 4 ചാനൽ അപ് ടു 50 വാട്ട്സ് വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു തിയേറ്ററിൻ്റെ LCR ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് JBL സിന്തസിസ് സീരീസിൽ വരുന്ന SCL7 എന്ന് പറയുന്ന സ്പീക്കേഴ്സാണ്. ഒരു 5.25 ഇഞ്ച് ഡ്യുവൽ ഡ്രൈവ് വരുന്ന 2-way സ്പീക്കേഴ്സാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് ടിയറിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 150 വാട്ട്സ് RMS ആണ്. സറൗണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് NHD ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൗ ഹിയർ ദിസ് NHDയുടെ AAW എന്ന് പറയുന്ന 5.25 ഇഞ്ച് വരുന്ന 2-way സ്പീക്കറാണ് നമ്മൾ സറൗണ്ട് ആയിട്ടും കൊടുത്തിരിക്കുന്നത്. സബൂഫിന് വേണ്ടി നമ്മളോട് കൊടുത്തിരിക്കുന്നത് UK ബേസ്ഡ് ബ്രാൻഡ് ആയിട്ടുള്ള REL HT1205 എന്ന് പറയുന്ന മോഡലാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 12 ഇഞ്ച് സബൂഫാണ് വരുന്നത്. അതിൻ്റെ പീക്ക് ഔട്ട്പുട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 500 വാട്ട്സ് ആണ് അതിൻ്റെ പീക്ക് ഔട്ട്പുട്ട് വരുന്നത്. അറ്റ്മോസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലിപ്ഷിൻ്റെ CS16C2 എന്ന് പറയുന്ന മോഡലാണ്. അതും 4 അറ്റ്മോസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊജക്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സോണിയുടെ VPL XW5000DS എന്ന് പറയുന്ന ഒരു നേറ്റീവ് 4K പ്രൊജക്ടറാണ്. SXRD ടെക്നോളജി ഉപയോഗിക്കുന്ന ഈ ഒരു പ്രൊജക്ടറാണ് കംപ്ലീറ്റ്ലി ഒരു ട്രൂ ഇമേഴ്സീവ് മൂവി എക്സ്പീരിയൻസ് വിഷ്വലി നമുക്ക് തരാൻ സഹായിക്കുന്നുണ്ട്. അതൊരു ലേസർ ബേസ്ഡ് പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൊജക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് Exon അൾട്ടിമേറ്റ് പ്രൊസസ്സറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷ്വൽ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് L8ൻ്റെ 150 ഇഞ്ച് അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് 4K സ്ക്രീനിലൂടെയാണ്. ഒരു EPV സെക്ടറിൽ വരുന്ന ഒരു സ്ക്രീനാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു മീഡിയ പ്ലെയർ ആയിട്ട് നമ്മളോട് കൊടുത്തിരിക്കുന്നത് NVIDIA Shield TV 4K ആണ്. ഈ ഒരു തിയേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന കേബിൾസ് എല്ലാം തന്നെ ബ്രാൻഡഡ് കേബിൾസ് ആണ്. HDMI നമ്മളോട് കൊടുത്തിരിക്കുന്നത് നെഡീസിൻ്റെ AOC കേബിളും അതേപോലെ തന്നെ സ്പീക്കർ കേബിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാൻഡ്രിഡ്ജിൻ്റെ കേബിളുമാണ്. ഈ അടുത്ത് ഞാനൊരു OTT ഫിലിം കണ്ടായിരുന്നു, മാർക്കോ. ഐ തിങ്ക് ഈ തിയേറ്ററിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു OTT പ്ലാറ്റ്ഫോം മൂവിയായിരുന്നു അത്. ഫുൾ ലെങ്ത് മൂവി ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു നമ്മൾ കാണുന്നത്. ആൻഡ് ഓവറോൾ ദ പെർഫോമൻസ് ഓഫ് ദ സ്പീക്കർ എവറിത്തിങ് വാസ് അബ്സല്യൂട്ട്ലി അമേസിങ്. സോ മാർക്കോ പോലുള്ള മൂവി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇറ്റ്സ് എ ആക്ഷൻ പാക്ഡ് മൂവി, പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറേ ഡയലോഗ്സ് ഡെലിവറിയും കാര്യങ്ങളും വരുന്നൊരു മൂവിയാണ്. ഫ്രം ദ വെരി ബിഗിനിങ് ആ വോക്കൽ ക്ലാരിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ ഡോണ്ട് വോണ്ട് ടു കോംപ്രമൈസ് ഓൺ ദ ബാസ്. ആ ഒരു ആക്ഷൻ സീക്വൻസിൽ ആ ഒരു ബാസ് ഫീലിങ്ങും ആ ഒരു ആക്ഷൻ ഫീലിംഗ് എനിക്ക് കിട്ടണമായിരുന്നു. വോക്കൽ ക്ലാരിറ്റിയിൽ സാധാരണ സബിൻ്റെ ഇത് കൂട്ടുമ്പോൾ വോക്കൽ ക്ലാരിറ്റി പലപ്പോഴും കോംപ്രമൈസ് ആവാറുണ്ട്. ബട്ട് സംഹൗ ദേ മാനേജ് ടു ഗെറ്റ് ദാറ്റ് എന്താ പറയുക ഇക്വിലിബ്രിയം വേർ യു ഗെറ്റ് റൈറ്റ് വോക്കൽ ക്ലാരിറ്റി ബട്ട് അറ്റ് ദ സെയിം ടൈം ആക്ഷൻ സീക്വൻസിൽ യു ഗെറ്റ് ദാറ്റ് സബിൻ്റെ ആ ഒരു എഫക്റ്റും കൂടി കിട്ടുന്ന ഒരു ഓൾ ടുഗദർ ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ദ ഹോം തിയേറ്റർ നമുക്ക് തന്നു. ഈ ഒരു തിയേറ്ററിൻ്റെ കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയുന്നത് 19,25,000 റുപ്പീസാണ്. അതായത് 19,25,000 രൂപയാണ് ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പിന്, ഇൻക്ലൂഡിങ് റിക്ലൈനേഴ്സ്. ഇവരുടെ വർക്കിംഗ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടൈം കൺസ്ട്രെയിൻസ്. കാരണം നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇനീഷ്യൽ തൊട്ട് നമ്മൾ പറയുന്ന ഒരു കേസാണ്. അപ്പോൾ നമ്മൾ അനന്തുമായിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഡിസൈൻ എല്ലാം കോൺസെപ്റ്റ് എല്ലാം റെഡി ആയതിനു ശേഷം പിന്നീട് വന്നിരിക്കുന്ന അനന്തുവിൻ്റെ ടീമും സഞ്ജയ് ആൻഡ് ടീം അവർ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ടു മൈ സർപ്രൈസ് അവർ ഭയങ്കര സ്പീഡിലായിരുന്നു മൊത്തം കാര്യങ്ങളും മാനേജ് ചെയ്തതും വർക്ക് മുന്നോട്ട് കൊണ്ടുപോയതും. ആൻഡ് ടോട്ടലി അവരുടെ വർക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ 3D തന്നതിനെക്കാട്ടിലും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആക്ച്വലി ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ടോട്ടലി സാറ്റിസ്ഫൈഡ്. എൻ്റെ എക്സ്പെക്റ്റേഷനായിട്ടും ബിയോണ്ടാണ് പോയിരിക്കുന്നത്. നമ്മുടെ ഈ വീട് കാണാനായിട്ടാണെങ്കിലും പലവരും വരുമ്പോഴും അവർ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ഈ ഒരു ഹോം തിയേറ്ററിനെ കുറിച്ചാണ്. കാരണം അത്രയും നല്ല രീതിയിലാണ് അവരുടെ മൊത്തത്തിൽ വർക്ക് പോയിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഹോൾ ടീമിൻ്റെ ആഫ്റ്റർ ഇൻസ്റ്റോളേഷൻ സപ്പോർട്ട് ഈസ് ഓൾസോ സംതിങ് ദാറ്റ് നീഡ്സ് ടു ബി കമൻറ്റഡ്. കാരണം നമ്മൾ ഈ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തു, അതിനുശേഷം നമ്മുടെ ഒരു വോക്കൽ ഇതിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് നമുക്ക് അവരുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോൾ അവരെ വിളിച്ചാലും ഏത് രാത്രിക്ക് വിളിച്ചാലും അവർ ആ ഫോൺ എടുക്കുകയും നമുക്ക് ആവശ്യമായുള്ള സപ്പോർട്ട്. ചിലപ്പോൾ ഈ രാത്രി മൂവീസ് കാണാൻ ഇവിടെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സെറ്റിങ്സ് മാറിപ്പോവോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്മോൾ എറേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കത് യൂസ് ടു അല്ലാത്ത കാരണം നമ്മൾ ചിലപ്പോൾ രാത്രി 8 മണിക്ക് 9 മണിക്കായിരിക്കും ടീമിനെ വിളിക്കുന്നത്. അപ്പോൾ അവരപ്പോൾ തന്നെ കോൾസ് എടുത്ത് നമുക്ക് ആവശ്യമായ സപ്പോർട്ടും വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റിങ്സ് മാറിക്കിടക്കുന്നത് കറക്റ്റാക്കി നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എത്തിച്ച് നമ്മൾ ആ സിസ്റ്റമായിട്ട് യൂസ് ടു ആക്കാനായിട്ട് അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ സൗണ്ട് കാലിബ്രേഷൻ ചെയ്ത ജസീർ ഓൾസോ നല്ലൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഓഡിയോ ക്വാളിറ്റി അത്രയും നല്ല രീതിയിലാണ് കാലിബ്രേറ്റ് ചെയ്ത് നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയ ലെവലിലേക്ക് പുള്ളി എത്തിച്ചിരിക്കുന്നത്. സോ ദ ഹോൾ ടീം നല്ലൊരു വർക്കാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്.